Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild, never sleep, never stop. Hi all, Assalamualaikum warahmatullahi wabarakatuh. Welcome back to our channel. നമ്മൾ നാട് വിടാൻ പോകണം ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നാട് വിടലുണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവം, എനിക്ക് ഒറ്റയ്ക്ക് നാട് വിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഒറ്റയ്ക്ക് നാട് വിടൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് എല്ലാവരെയും കൂടെ കൂട്ടി നാട് വിടാൻ പോകുന്നു. എങ്ങോട്ടാ പോകണമെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളിതേ പാക്കിംഗ് ആണ് കേട്ടോ. ഇന്നലെ ഒരു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്തു. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കോട്ടൺ, നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇതൊന്നെടുത്തു. പിന്നെ ഏതാണ്, ഈ ഒരു ഡ്രസ്സ് എടുത്തു. നന്നായിട്ട് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. കഴുത്ത് പിന്നെ പോണതൊക്കെ ശരി. ഏറ്റവും ടാസ്കസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കുള്ള ഡ്രസ്സ് റെഡിയാക്കൽ പരിപാടി ഉണ്ടല്ലോ. മതിയാവും, എങ്ങോട്ടും പോകണ്ടെന്ന് തോന്നും. അതുകൊണ്ടാണ് എങ്ങോട്ടും പോവാത്തത്. പിന്നെ ഞാൻ തന്നെ മുൻകൈ എടുക്കണം പോണെങ്കിൽ. ഇവരുടെ ആകെ 2 ദിവസത്തെ പരിപാടിയാണ്. പക്ഷെ 2 ദിവസമാണെങ്കിലും കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളൊക്കെ എന്നാലും അവിടെ പോയി എന്തെങ്കിലും മറക്കും. ഹേസൂക്ക് 2 അവിടെ പോയിട്ട് കുട്ടികൾക്ക് നൈറ്റ് ഇടാനുള്ളത്. പിന്നെ ഇതെനിക്ക് തിരിച്ച് വരുമ്പോൾ ഇടാനുള്ളത്. അടുത്തത് ഇത് നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന 2 ദിവസം മുമ്പ് പോയതാണെന്നൊക്കെ. ആക്ച്വലി അല്ല കേട്ടോ. ഒരു 2-3 വീക്സ് മുമ്പ് ഇതുപോലൊരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അന്ന് വീട്ടിൽ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. കാരണം പോകുമ്പോൾ ഈവനിങ് ആയിട്ടോ നമ്മൾ പോകാനും വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം ഇതും കുറച്ച് എടുത്തിട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും രാത്രിക്കുള്ള ഫുഡായിട്ട് ഇത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മളപ്പോൾ അവിടെ എത്ര മണിക്കാണ് എത്താമെന്നൊന്നൊരു ഐഡിയ ഇല്ല. രാവിലെയാണ് വണ്ടിയൊക്കെ റെഡി ആയത്. അതുവരെയും വണ്ടി ഒന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. രാവിലെ വരെയും ചിലപ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പോണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂടെ വരുന്ന ഫാമിലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതേ അവസാനം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അവൾ അമ്മേനോട് വിട്ടിട്ട് പോവാട്ടാ. വെച്ച പോലെയല്ല, വരച്ച പോലെയല്ല ഉള്ളത്. എല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വെച്ച മതി. എനിക്കറിയില്ല, ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. അല്ല ശരിക്കും എന്തോ ഒട്ടിച്ച് വെച്ചെന്താണ് അതുമാതിരി ഉണ്ട്. എവിടെ കുട്ടികൾ? എടുക്ക്. അപ്പോൾ പോണ വരെയും എനിക്ക് വീഡിയോൻ്റെ കുറച്ച് എഡിറ്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറ്റുന്നത് ഞാൻ അപ്ലോഡാക്കി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് പോകുന്നത്. വൈഫൈ ഉണ്ടാവില്ലല്ലോ പോകുന്നതോടെ. വർക്ക് എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അതേ ഒരു 5:30 ആകുമ്പോഴാണ് കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ വന്നത്. അവർക്ക് 4 മക്കൾ, നമുക്ക് 5 മക്കൾ, 9 മക്കളൊക്കെ ആയിട്ട് നല്ല അടിച്ചുപൊളി. അത്യാവശ്യം നല്ലൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പോയി യാത്രകൾ നമ്മളെ മൊത്തത്തിൽ ഒന്ന് റിഫ്രഷ് ചെയ്യിക്കുന്നതെന്ന് പറയാം. അതേപോലെയുള്ളൊരു ദിവസങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ റൺകുട്ടിക്ക് അത്യാവശ്യം കുട്ടികളൊക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മൾ രാത്രി ഒരു 11:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുള്ളത്. വില്ലയാണ് കേട്ടോ.
അടിപൊളി വൈബായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഊട്ടിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് ഈ വെക്കേഷനിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്തോ. സൂപ്പർ വൈബാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ് മക്കളുടെ ട്യൂഷൻ്റെ കാര്യം, നല്ല ഏതെങ്കിലും ട്യൂഷൻ ഉണ്ടോ സീലു പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓണം ഓഫറായിട്ട് ഇപ്പോൾ ഒരു അടിപൊളി ഓഫർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽ ട്യൂഷൻ പാക്കേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. 500 വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ ഓണം സ്പെഷ്യൽ അഡ്മിഷൻ ഓഫർ ഇവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഭാവി മികച്ചതാക്കാനും വേണ്ടിയിട്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചോട്ടോ. KG മുതൽ +2 വരെ സ്റ്റേറ്റ്, CBSE, ICSE, IGSE ഏത് രാജ്യത്തു നിന്നുള്ള കുട്ടികൾക്ക് ഓണം ഓഫറിൽ ഫീസ് കുറവാക്കിയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ബേസിക് ക്ലാസ് ആയിട്ടും ട്യൂഷൻ ക്ലാസ് പാക്കേജ് ആയിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ അടിസ്ഥാന പഠനം ഉറപ്പാക്കി ആവശ്യമുള്ളവർക്ക് ബേസിക് ക്ലാസ് കൊടുക്കുന്നു. ഇൻഡിവിജ്വൽ ട്യൂഷൻ പാക്കേജ്, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ വ്യക്തിഗത ശ്രദ്ധ നൽകിയിട്ട് മികച്ച വിജയം കിട്ടാനും വേണ്ടിയിട്ട് പ്രാപ്തരാക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഗൾഫ് സ്റ്റുഡൻസിന് സ്പെഷ്യൽ പാക്കേജ് കൊടുക്കുന്നുണ്ട്. ഏത് രാജ്യത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഇവരിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓണം സ്പെഷ്യൽ ഓഫർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഡിസ്കൗണ്ട് കിട്ടും ഫീസിൽ. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീസ് ഒരുമിച്ചോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ അടയ്ക്കാനായിട്ടും പറ്റും. പിന്നെ നമ്മുടെ മക്കൾ പഠനത്തിൽ പിന്നോക്കം പോകാതിരിക്കാനും അവർക്ക് നല്ല വിജയം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഓണം ഓഫർ നല്ലൊരു അവസരമാണ് കേട്ടോ. കുറഞ്ഞ ഫീസിൽ 500 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അവർ അഡ്മിഷൻ നേടാനും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും വേണ്ടിയിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മളവിടെ പോയതും അവർ രാത്രി ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ദോശയും അടിപൊളി ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രി കിടന്നു. രാവിലെ എണിച്ചതും നല്ല വ്യൂ ആണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കാട്ടുപോത്തുകളൊക്കെ ഇല്ല, എന്ത് സൈസാന്ന് അറിയാം. അതൊക്കെ നമുക്ക് നേരിട്ട് അടുത്തുനിന്ന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചും കൂടെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്തിട്ട് പിന്നെ ഇതേ കുട്ടികളെല്ലാവരും എണീറ്റിട്ടുണ്ട്. നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ അവിടെ. നമുക്ക് പോയി കഴിഞ്ഞാൽ ഊട്ടിയുടെ മൊത്തത്തിൽ ആ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ വില്ല. ഒരു 3 ബെഡ്റൂം, അതായത് ഈ ഒരു വില്ലയിൽ 2 ബെഡ്റൂമും ഇപ്പുറത്ത് സെപ്പറേറ്റ് ഒരു 1 ബെഡ്റൂം സൗകര്യമുള്ള ഒരു വില്ലയാണ് കേട്ടോ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വണ്ടിയിലാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഈ ടോയ് ട്രെയിനില്ലേ, ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. 2 മാസമൊക്കെ നമ്മൾ ശരിക്കും മുമ്പ് തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താലേ ഈ ടോയ് ട്രെയിനിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളങ്ങനെ കാര്യങ്ങൾ. പക്ഷെ അവിടുത്തെ ഹക്കീംക്ക നമുക്കും വേണ്ടിയിട്ട് രാവിലെ 4 മണിക്ക് തന്നെ എണീറ്റ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. നോക്കട്ടെ, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ട്രെയിനിൽ പോവാനായിട്ട് പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു യാത്ര ചെയ്യുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ കുറേ ഈ വർക്കിൻ്റെ സ്ട്രെസ്സും വേറെ കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോകെ കുറേശ്ശായിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് വരാമെന്ന് പറയില്ല, അതുപോലെ കുറച്ച് സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫായി. പിന്നെ ആ ഒരു വ്യൂ ഒക്കെ കാണുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിന് നമ്മൾ അറിയാതെ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ലോകത്ത് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. കുറേ ഫിലിമുകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടാവും കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് റീല് ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be 2 hearts running wild.
ആ ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും അത്യാവശ്യം മൂടെല്ലാം തന്നെ ഓക്കെ ആയി. കാരണം ആ ഒരു അവസരം പിന്നീട് കിട്ടൂല എന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ വില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വലിയൊരു ഹാള്, പിന്നെ കിച്ചൺ, പിന്നെ 2 ബെഡ്റൂം ഒക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. എല്ലാം നല്ല നല്ല ഹൈജീനായിട്ട് നമുക്കൊരു ഹോംലി ഫീൽ കിട്ടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും വൈബും ഒക്കെ ആയിട്ടുള്ള നല്ല റൂം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ ബാൽക്കണി ഉണ്ട്, ഫുൾ ഗ്ലാസ് ആയിട്ട്. നമുക്ക് തണുപ്പാണെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ടിരുന്നും കാണാൻ പറ്റും. പക്ഷേ ആ തണുപ്പ് ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ കുറച്ചും കൂടെ അവിടെ പോയതിൻ്റെ ആ ഒരു ഗുണം കിട്ടുന്നത്. അങ്ങനെ നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. ഞാനിപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊട്ടിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാവേ. പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഇവരുടെ വീഡിയോസ് ഞാൻ ഇടാം, ഡീറ്റെയിൽസ് ഇടാം. നല്ല മനുഷ്യന്മാരാണ് കേട്ടോ. നമ്മൾ അത്രയും നല്ല രീതിക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണം. മക്കളൊക്കെ ആയിട്ട് നമുക്ക് പോകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഹോംലി ഫുഡാണ്. അവിടെ ഒരു ഇക്ക ഉണ്ട്, അവരാണ് നമുക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഇത് വന്നിട്ട് നമ്മൾ റെഡി ആയിട്ട് പോവാണ്. അപ്പോൾ നല്ല അടിപൊളി ഇഡലി, പുട്ട്, ചപ്പാത്തി, കടലക്കറി, സാമ്പാർ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കുട്ടികളെ We're gonna be 2 hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay on forever. റൂംസ് എല്ലാം നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുള്ളതുകൊണ്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്ഥലം ഉണ്ടായിരുന്നു, എക്സ്ട്രാ ബെഡ് കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. പിന്നെ ഊട്ടിയാണ്, തണുക്കുമല്ലോ, എങ്ങനെ കുളിക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നല്ല ഫുൾ ടൈം 24 hours വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. ഞങ്ങൾ കിടന്ന റൂം ഈ ഒരു റൂമാണ്. ഇതിൽ വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, കോമൺ ബാത്റൂമായിട്ട് ഹാളിലായിരുന്നു. മറ്റേതിൽ അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്നു. പിന്നെന്തേ, ഞങ്ങൾ 7 പേരും ഈ ഒരു ബെഡ്റൂമിലാണ് കേട്ടോ കിടന്നത്. അത്രയും വലുതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിയാണ്. ഇവരെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ രാവിലെ നേരത്തെ എണീച്ചിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്തത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ദൂരെ ഒരു ക്യാരറ്റ് ഫാക്ടറി എന്ന് പറയാൻ പറ്റില്ല, അത് കഴുകുന്ന ഫാക്ടറി ഒക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അത് പോയി കാണണം എന്നുള്ളത്. വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കണ്ടോ. ഞാൻ അവിടുത്തെ കുറേ നമുക്കറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ റൂമിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കാണാൻ നല്ല അടിപൊളി ഇതായിരുന്നു. ഇത്രയും ഹൈറ്റിൽ ഈ ഒരു സീനറി കാണാൻ അവിടേക്ക് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പിന്നെ നമ്മൾ കുറച്ച് ഇതുപോലെയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോയത്, ബോട്ട് ഹൗസിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. പക്ഷേ ബോട്ടിലൊന്നും ഇരുന്നില്ല, കാരണം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരാളിൽ കൂടുതലുണ്ടെങ്കിൽ കയറ്റൂല. നമ്മുടെ മൊത്തം 7-8 ഉള്ളത് അങ്ങനെ തന്നെ. അപ്പോൾ ഇവർ വന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഇവരുടെ സ്ഥലം മൈസൂറിൻ്റെ അടുത്താണ് പറഞ്ഞത്. അവർ വേഗം കണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് റനക്കുട്ടിനെ കണ്ടിട്ടാണ് മനസ്സിലായത്, കുട്ടികളെ കണ്ടിട്ട്. പിന്നെ ഇതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, കുട്ടികൾ. അങ്ങനെ കുറേ പേര് അവിടെ നോക്കിയപ്പോൾ ഊട്ടിയാണോ മലപ്പുറമാണോ എന്ന് സംശയമായി. മലപ്പുറത്ത് നിന്ന് അത്രയും ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും വേഗം വന്ന് അയ്യോ സിലു അല്ലേ ഇത് പറഞ്ഞിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടോ. ഇത് പിന്നെ ഒരു കപ്പിളാണ്. അവരുടെ സ്ഥലം മലപ്പുറം തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവരും വന്നു, ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരുപാട് പേരെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു വർക്ക് സ്ട്രെസ് എന്നൊക്കെ ഈ ഒരു യാത്ര പോകുമ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ കുടുംബക്കാരായിട്ട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മൊത്തത്തിൽ മൂഡൊക്കെ അങ്ങോട്ട് മാറി ഭയങ്കര ഹാപ്പി വൈബായി. പിന്നെ ഇത് വന്നിട്ട് ഒരു പാർക്കാണ് കേട്ടോ. അതായത് ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെ വേറൊരു കർണാടക ഗാർഡൻ, അങ്ങനെ എന്തോ ഒരു പുതിയ ഗാർഡൻ വന്നിട്ടുണ്ട്. വമ്പൻ സെറ്റപ്പ്. എന്തൊക്കെയാണ് അവിടെ ഈ ഒരു ചെടികൾ വെച്ചിട്ടൊക്കെ അവർ കാണിച്ചിരിക്കുന്നത്, നല്ല അടിപൊളിയായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ വില്ലയിൽ നിന്ന് അടുത്താണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആണ് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഉള്ളത്.
പിന്നെ അവിടെ വലിയൊരു കോയി ഫിഷിൻ്റെ പോണ്ട് ഉണ്ടായിരുന്നു. പോണ്ടെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. അതിനുശേഷം ഇവർ നമുക്ക് വലിയന്ന് ഫുഡ് കാര്യങ്ങൾ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം നമ്മളിതൊക്കെ കറങ്ങി വരുമ്പോഴേക്കും ഒരുപാട് ടൈമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ദേ ബിരിയാണിയൊക്കെ സെറ്റായി നമ്മൾ ഓപ്പൺ ഒരു പ്ലേസിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ കാറിൽ തന്നെ കൊണ്ടുവന്ന് നമ്മളതൊക്കെ ദേ വിളമ്പി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake. രാവിലെ നമ്മുടെ വെള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ എന്താ സൗണ്ട് എന്ന് അന്വേഷിച്ച സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൊട്ടടുത്ത് തന്നെ ഈ ക്യാരറ്റ് കഴുകുന്ന ഒരു ഫാക്ടറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോയി നേരിട്ട് കാണണം എന്നുള്ളത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്, ക്യാരറ്റിൻ്റെ പുറത്ത് കളറ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് പിന്നെ നേരിട്ടൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ചു. പക്ഷേ അത്ഭുതം എന്ന് പറയണം, സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം സത്യമല്ല, ഫുള്ളും ഫേക്കായിട്ട് വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോയിട്ട് നമ്മളെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വില്ലയുടെ ഓണർ. ക്യാരറ്റ് വരുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ. ചാക്കിലിങ്ങനെ കുറേ വണ്ടികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഇതുപോലൊരു മെഷീനിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കറങ്ങി വേറൊരു ഭാഗത്തിൽ കൂടെ വന്ന് ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ വാഷിംഗ് പ്രോസസ്സ് മാത്രമാണ് നടക്കുന്നത്. അതങ്ങോട്ട് കഴുകി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും നോക്കിക്കോ അതിൻ്റെ ഒരു കളർ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ കളർ എന്ന് പറയുന്നത് ക്യാരറ്റിൻ്റെ പുറത്ത് മണ്ണിലാണല്ലോ വളരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ചളിയും മണ്ണും ഒക്കെയാണ്. ഏകദേശം ഒന്ന് കഴുകി വരുമ്പോഴേക്കും തന്നെ ഈ ഒരു കളറിലേക്കാണ് നമ്മുടെ ക്യാരറ്റൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഒരു 2-3 പ്രോസസ്സ് ഇവർ ചെയ്യുന്നുണ്ട്. മീൻസ് വേറെ ഒന്നുമല്ല അതിൽ കളറ് ചേർക്കുക അങ്ങനെയൊന്നുമല്ല. കളറ് ചേർക്കാൻ തന്നെ എത്ര പൈസ വീണ്ടും വേണ്ടി വരും. കളർ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ ക്യാരറ്റിന്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഈ പോളിഷിംഗ് എന്ന് പറയും, അതായത് മുകളിലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ അഴുക്ക് കാര്യങ്ങൾ ഇതൊക്കെ കളഞ്ഞിട്ട് മൊത്തത്തിൽ വാഷ് ചെയ്തിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ്, അപ്പോൾ നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ കഴുകി വരുന്ന ക്യാരറ്റെല്ലാം തന്നെ ഇതുപോലെ ചാക്കിലേക്ക് വന്ന് വീഴുന്നതിന് മുമ്പ് അപ്പുറത്തും ഇപ്പുറത്തും കുറേ ആൾക്കാർ നിൽക്കുന്നില്ലേ. ഇതെന്തിനാന്ന് വെച്ചാൽ ക്യാരറ്റിൽ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡോ അങ്ങനെ ഒരു 4 ക്വാളിറ്റിയോളം തരം തിരിച്ച് ഏറ്റവും മോശം ക്വാളിറ്റി ആയിരിക്കും മിക്കവാറും നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുള്ളവർക്ക് കിട്ടുന്നത് എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്ത് പുറത്തേക്ക് പോവും. അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. അപ്പോൾ അതിൽ വന്നിട്ട് സൈസ് അനുസരിച്ച് അവർ കാറ്റഗറി ഇങ്ങനെ മാറ്റുന്നുണ്ട്. പിന്നെ അതിൽ ചെറിയ എന്തെങ്കിലും ഡോട്ട് കാര്യങ്ങൾ അത് വെച്ച് ഇങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു 3 ക്യാരറ്റ് ഞാനിങ്ങനെ കയ്യിലെടുത്ത് കഴിക്കാം, തൊട്ട് നോക്കാം എങ്ങനെയാണ്, എന്തെങ്കിലും കളറുണ്ടോ അല്ല വല്ല പോളിഷിംഗ് ഉണ്ടോ ഒക്കെ അറിയാനും വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് നല്ലോണം ഷൈനിങ് ആയിട്ട് കാണും. അതേപോലെ തന്നെയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോഴുള്ളത്. ഇതിലൊന്നും തന്നെ ഒന്നും മാറ്റമോ കാര്യങ്ങളൊന്നും തന്നെ വരുത്തിക്കുന്നില്ല. എന്നിട്ട് ഈ കാറ്റഗറി ഇങ്ങനെ ഓരോന്ന് മാറ്റി ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ പോലെ ഈ ക്യാരറ്റ് മാറ്റിയിട്ട് ഇവരിങ്ങനെ ചാക്കുകളിലേക്ക് മാറ്റി വയ്ക്കും. അതിനുശേഷം ഇതിലേക്ക് വെള്ളം
ഓസ് കൊണ്ട് വെള്ളം ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. എന്തെങ്കിലും കളർ ഉണ്ടെങ്കിലും അതിലൂടെ പോകണ്ടേ. അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല. ക്യാരറ്റിൽ യാതൊരു വിധത്തിലൊരു സംഭവം ഇവർ ആഡ് ചെയ്തിട്ടോ ഒന്നും അല്ല കേട്ടോ ക്യാരറ്റൊന്നും വരുന്നത്. അതിൻ്റെ ഒറിജിനൽ കളർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഷോർട്സൊക്കെ ആക്കിയിടാനും വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കിട്ടിയ ക്യാരറ്റൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പണ്ട് ഊട്ടിക്ക് പോയ സമയത്ത് നമ്മൾ ക്യാരറ്റൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവില്ലേ, പഞ്ചസാര ഇട്ട പോലെ ഒരു മധുരം. പക്ഷെ ആ ഒരു മധുരം ഉണ്ടായിരുന്നില്ല. സ്വീറ്റ്ലെസ് ക്യാരറ്റ് പോലെ ഉണ്ടായിരുന്നു. മധുരം ഇല്ലാത്ത ഒരു മീഡിയം ലെവലുള്ളൊരു ക്യാരറ്റായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയതെല്ലാം തന്നെ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വില്ല ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ. ആ വെള്ള കാണുള്ള വൈറ്റ്, അതാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന വില്ല. അതിന് തൊട്ടടുത്താണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നേരിട്ട് കാണാനും കുട്ടികളെ കാണിക്കാനും ഒക്കെ പറ്റും കേട്ടോ. കുട്ടികൾക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ നമ്മൾ നിൽക്കെ തന്നെ ഇങ്ങനെ ഒരുപാട് ലോഡ് ക്യാരറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി നോക്കുകയാണ് കേട്ടോ. വല്ല കളറുണ്ടോ, ആ ഷൈനിങ് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് നോക്കുകയാണ്. ഒരു ഇതുമില്ല. പിന്നെ ഈ സൈസ് ഉണ്ടല്ലോ ഈ ക്യാരറ്റിൻ്റെ, എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. നല്ല വലുപ്പമാണ്. നമുക്കൊക്കെ കിട്ടുന്നത് അതിൻ്റെ ഏറ്റവും ലോ ക്വാളിറ്റി ആണെന്ന് വേണം പറയാൻ. നമുക്ക് ഭാഗ്യമില്ല ഗൈസ്. നമ്മുടെ സ്വന്തം നാട്ടിലുണ്ടാക്കുന്ന സാധനം പോലും ഫസ്റ്റ് ക്വാളിറ്റി കഴിക്കാനുള്ള ഭാഗ്യം നമുക്കൊന്നുമില്ല. പിന്നെ ഇത് വന്നിട്ട് ഈ ഒരു ഫാക്ടറി പറയുന്നത് ഒരെണ്ണമല്ല, ഇവിടെ കുറേ ഫാക്ടറീസ് ഇതുപോലെ ഉണ്ട്. ബീട്രൂട്ടിൻ്റെ, പിന്നെ അതുപോലെ ഇതിൻ്റെ അടുത്ത് തന്നെ ബ്രൊക്കോളി, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കൃഷി അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു 4 ചാക്കോളം ക്യാരറ്റ് അവർ ഫ്രീ ആയിട്ട് കേട്ടോ, പൈസ ഒന്നും വാങ്ങിച്ചില്ല. ഹക്കീംക്ക് ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് അവർ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കുന്ന സമയത്ത് അവർ നമ്മൾ എത്ര ഇങ്ങനെ കാണിക്കണോ അത് ഫുള്ളും അതിലേക്ക് വീഴുന്നത് ഫുള്ളും നമുക്ക് സ്വന്തം. അങ്ങനെ നമുക്കൊരു 4 കവറോളം ക്യാരറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മറ്റേ ഫാമിലിക്ക്, ഒരെണ്ണം എനിക്ക്, പിന്നെ ഒരെണ്ണം നമ്മുടെ വണ്ടി ഓടിച്ച ഡ്രൈവറിനും. അങ്ങനെ ഈക്വലായിട്ട് നമ്മളത് മാറ്റിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എടുത്തു വെച്ചു. അങ്ങനെ ക്യാരറ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ക്യാരറ്റൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. എനിക്ക് തിരിച്ചു പോകണം. കാരണം എനിക്ക് പാലക്കാട് ഒരു ജ്വല്ലറിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കും നമുക്ക് പാലക്കാട് തിരിച്ചെത്തണം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വില്ലനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഹക്കീം ഖാനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അവർ നമ്മൾ അത്രയും കെയർ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊട്ടിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അങ്ങനെ എല്ലാ സംവിധാനവും, നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങൾ എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 days ഇവിടെ ഊട്ടിയിൽ സ്റ്റേ ചെയ്തത് ഹക്കീംക്കാട് ഈ ഒരു വില്ലയിലാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളി ഫുഡ്, ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ എല്ലാം സൂപ്പറായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊട്ടിയിലൊക്കെ വരണം, അത് ഞാൻ പിന്നെ പറയാം. നമുക്ക് ഹക്കീംക്കാട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടെ 3 bedroom വില്ലയാണിത്. വളരെ ഊട്ടിയിലെ തിരക്കുന്നൊക്കെ ഒഴിവായി ഒരു 8 kilometer ഔട്ടറിൽ വന്നിട്ട് ഫാമിലി ആയിട്ട് വളരെ നീലഗിരിയുടെ ഭംഗിയുണ്ട്. അത് പ്രത്യേകം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് കേത്തി വാലിയോട്. കേത്തി വാലിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. വേൾഡിലെ ഏറ്റവും വലിയ 2nd largest വാലി വ്യൂ പറയും, അതാണ് ഈ കേത്തി വാലി. അത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ വന്ന് ഫാമിലിക്ക് ഫുള്ള് വേറെ എവിടെ പോയില്ലെങ്കിലും ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. സത്യമാണ്. ഇപ്പോൾ നമുക്ക് ഊട്ടി പുറത്തേക്ക് പോകണം, ടൗണിലേക്ക് പോകണം എന്നൊന്നുമില്ല. ഇതിനകത്ത് തന്നെ ഇരുന്ന് ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല. കാരണം അടിപൊളി വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 റൂമിലും നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ലൈഫിൽ എപ്പോഴും ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഭയങ്കര തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആയിട്ട് എങ്ങോട്ടും പോയിട്ടുമില്ല. ശരിക്കും നന്നായിട്ട് റിലാക്സേഷൻ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ നൈറ്റായി ഇപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്തു. ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഫുഡൊക്കെ എങ്ങനെയാണ്? ശരിക്കും ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് താമസിച്ച ആ ഒരു ഫീലൊന്നും അല്ല.
നമ്മുടെ വീട് ഊട്ടിയിൽ കൊണ്ട് വെച്ച പോലെ ആ ഒരു സുഖം ഇവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി. തീർച്ചയായിട്ടും അത് തത്ത പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്താ പറയുക, ഈ വരുന്ന ഫാമിലിക്ക് പുറത്ത് പോയി ലോഡ്ജുമായ റൂമിൽ താമസിച്ച് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ യാത്രയുടെ അതൊരു ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതങ്ങനെയല്ല, വീടുമാതിരി തന്നെയാണ്. നമുക്ക് ഹോംലി ഫീൽ ചെയ്യും. കിച്ചൺ ഉണ്ട്, നമുക്ക് കിച്ചണിൽ നല്ലൊരു ഷെഫ് ഉണ്ട്. നമുക്ക് എന്ത് ആവശ്യപ്പെട്ടാലും അത് ഉണ്ടാക്കി തരും. അടിപൊളിയായിട്ട് എല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലത്തെ ആരെങ്കിലും പോലെ എല്ലാം നന്നായി ചെയ്തു തരും. നല്ല ഫുഡ് ഉണ്ടാക്കി തരും. ഇവിടെ വന്നു പോയവർ ആരും ഫുഡിനെ പറ്റി ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊന്നും പറയില്ല, അത് ശ്രദ്ധിക്കേണ്ട കാര്യം. രാവിലത്തെ ഇഡ്ഡലിയും ചമ്മന്തിയും പറയണം ഗൈസ്, സൂപ്പർ. ഞാൻ ഇഡ്ഡലി കഴിക്കുന്ന ആളല്ല, അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഞാൻ അന്നേരം 5 കഴിച്ചു, സൂപ്പറായിട്ടുണ്ട്. അത്രയും നന്നായിട്ട് ചെയ്യുന്ന ആളാണ് ഞങ്ങളെല്ലാവരും ടീം വർക്കായി ചെയ്യുന്നത്. അങ്ങനെ എപ്പോഴും ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിലൊക്കെ എങ്ങനെയാണോ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തെടുക്കുന്നതാണ്. ആക്ച്വലി എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ച് പറയും 2 ദിവസം മുമ്പ്, നോക്കുമ്പോൾ എല്ലാം ബുക്കായിട്ടുണ്ടാവും. എല്ലാം ഏകദേശം ബുക്കായിട്ടുണ്ടാവും. അവസാനം പിന്നെ ഒരാഴ്ച മുമ്പ് ചോദിച്ചപ്പോൾ ആൾ വേറെ ആർക്കും കൊടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കായിരുന്നു. അതുമാത്രമല്ല ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ നമുക്ക് വേണ്ടി ആൾ ചെയ്തു തന്നിട്ടുണ്ട്. മറ്റേ ട്രെയിനിൻ്റെ പേരെന്താണ്? ടോയ് ട്രെയിനില്ലേ, 2 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്യണമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി 4 മണിക്ക് അവിടെ പോയി നിന്ന് ഒക്കെ ടിക്കറ്റൊക്കെ എടുത്ത് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, നമ്മളിന്ന് രാവിലെ ക്യാരറ്റിൻ്റെ അത് ഫാക്ടറി നേരിട്ട് ആ ക്യാരറ്റ് കൊണ്ടുവരുന്നതും അതിനുശേഷം അത് വാഷ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം എല്ലാം കാണാൻ പറ്റി. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഊട്ടി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റേ ചെയ്യും, എവിടെയെങ്കിലും ചെയ്താൽ പോരാ, ഇവിടെ വന്ന് ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും അനുഭവിക്കുക. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ബാക്കി അതന്നെ, ഇവിടെ ആര് വന്നാലും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബാഡ് റിവ്യൂ പറഞ്ഞിട്ടില്ല ഇതുവരെയും. ആക്ച്വലി എന്താ പറയുക, നമ്മൾ പൈസ ഏണിങ്സ് അല്ല, ഇവിടെ വരുന്നവർ തൃപ്തിയായിട്ട് പോകണം. യാത്രയ്ക്ക് വരുന്നവർ, ഞാനൊരു യാത്രികനാണ്, അതുകൊണ്ട് എനിക്ക് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം, അവരെന്താണോ പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാം. അതനുസരിച്ച് നമ്മൾ കഴിയുന്ന കഴിവിൻ്റെ പരമാവധി മാക്സിമം ചെയ്ത് കൊടുക്കും. ഇവിടെ ആര് വന്നാലും പൈസ ഏണിങ്സ് അത് സെക്കൻഡറി. നമ്മൾ വരുന്നവർ താമസിച്ചിട്ട് റാഹത്തായിട്ട് പോകണം, അതാണ് നമ്മുടെ. അൽഹംദുലില്ലാ, എന്തായാലും ഞങ്ങൾ എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കുട്ടികളും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് നമ്മുടെ ചുച്ചുക്കുട്ടീൻ്റെ ഇത് ചോദിക്കാം. ചുച്ചുക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാ ഇവിടെ വന്നപ്പോ? ഐഷു റിവ്യൂ പറയണാ? ആദിൽ പറയണടാ? വാ ഇങ്ങോട്ട് വാ, കമോൺ. ഞങ്ങൾ 2 ഫാമിലിയാണ് വന്നിട്ടുള്ളത്. ഐഷു വരുന്ന? ബാ വേഗം വരണം, എൻ്റെ അടുത്തുനിന്ന് പറയണം. ഹിബ വരുന്ന? വാ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തത്? ഇഷ്ടപ്പെട്ടാ? അങ്ക് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികൾ, ഇത് നമ്മുടെ ഹക്കീം ഖാൻ്റെ മോളാണ് കേട്ടോ. അവളും കട്ടക്ക് നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ക്യാമറയുടെ ബാക്കിൽ അനസ് ഉണ്ട്, പിന്നെ ക്യാമറയുടെ ബാക്കിൽ ഹക്കീം ഖാൻ്റെ വൈഫ് ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു 2 ദിവസം അൽഹംദുലില്ലാ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിവേ താങ്ക് യു സോ മച്ച്. വന്നതിൽ വളരെ സന്തോഷം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇനിയും വരും തീർച്ചയായിട്ടും എന്നാണ് പ്രതീക്ഷ. ആഗ്രഹമൊക്കെ ഉണ്ട്, നടക്കുമെന്ന് അറിയില്ല. എന്തായാലും ഊട്ടിക്ക് വരികയാണെങ്കിൽ ഇതുപോലെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഊട്ടി പുറത്തോടെയും പോയില്ലെങ്കിലും കുഴപ്പമില്ല, മഴ എന്തെങ്കിലും ആണെങ്കിലും കൂടെ ഇവിടെ തന്നെ നമുക്കത് കാലാവസ്ഥയും മറ്റുള്ള അടുത്തൊരു ഡാമുണ്ട്, കേത്തി ഡാം ഡാമുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്, കുഞ്ഞു സ്ഥലങ്ങൾ കണ്ടിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ എനിവേ നമ്മൾ ഇവിടെ നിന്നും ഇനി യാത്ര ചെയ്യുകയാണ്. ഒരു ചെറിയ ഒരു സങ്കടമൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ എന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ശരി. എടാ മൊയില് കഴിക്കണ പോലെ തന്നെ വേണ്ടടാ.